ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഏകദേശം അതിൻ്റെ അതായത് ബിഗിനേഴ്സ്, ഫ്രഷ് ആയിട്ടുള്ള ബിഗിനേഴ്സ് കാണല് അത്യാവശ്യം ഏകദേശം ഒരു ടൈപ്പിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിനായിട്ട് ഈ സീരീസ് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിവിഷൻ പ്ലസ് പ്രാക്ടീസ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഏകദേശം ഒന്ന് റിവിഷനായിട്ട് നോക്കാം. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, അതായത് ജസ്റ്റ് കുറച്ച് പ്രിപ്പയർ ചെയ്ത് പിന്നെ ടച്ച് വിട്ടുപോയി പിന്നെ പതിയെ നിങ്ങൾക്ക് ടച്ച് പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സീരീസാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറയണം. എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, ആൻസർ കിട്ടുന്നവർ കമൻറ്റ് ചെയ്യും. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ബേസിക്കലി എന്താ പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമ്മൾ സ്കൂളിൻ്റെ ടൈം മുതൽ പഠിച്ചു വെച്ചേക്കുന്നുണ്ട്. PNR/100. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു വർഷം ഇപ്പോൾ ഞാൻ 10% പലിശ നിരക്ക് കിട്ടുന്നൊരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ബാങ്കിൽ ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയെന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് ഇട്ട പൈസയുടെ 10% തിരിച്ചു കിട്ടും ആ വർഷം കഴിയുമ്പോൾ. അപ്പം അങ്ങനെ അഡീഷണൽ കിട്ടുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇടുക എന്ന് പറയുമ്പോൾ അത്രയും അഡീഷണൽ കിട്ടുന്ന പൈസയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. വർഷം എല്ലാ വർഷവും ഇപ്പോൾ 5 വർഷം അങ്ങനെ ഇടുവാണെങ്കിൽ ഓരോ വർഷവും ഇടുന്ന പൈസയുടെ ഇത്ര ശതമാനം കൂടി കിട്ടുവാണെങ്കിൽ ആ ഒരു സ്കീമിനെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ അഡീഷണൽ കിട്ടുന്ന പൈസയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതേ ഈക്വൽ ടു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇടുന്ന പൈസ ഇൻറ്റു n, എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല എത്ര കാലാവധി ഇട്ടു, ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100. അപ്പോൾ ഈ ഫോർമുല എല്ലാവർക്കും പരിചിതമായിരിക്കും, നമ്മൾ സ്കൂളിൻ്റെ ടൈം മുതൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഓരോന്ന് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. പിന്നെ ഈ വരുന്ന 25-ാം തീയതി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രിവാൻഡ്രം ബ്രാഞ്ചിന് വെരാന്ത റൈസിന് ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ SSCയുടെയും ബാങ്കിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പോകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചാനലിലൂടെ അപ്ഡേറ്റഡ് ആക്കുന്നതായിരിക്കും. എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിമ്പിൾ ഇൻട്രസ്റ്റിൽ കുറച്ച് പൈസ ഇട്ടു. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര വന്നു എന്നാണ് പറയുന്നത്? ഇട്ട പൈസയുടെ പ്രിൻസിപ്പിളിൻ്റെ 4/9 ആയി എന്നാണ് പറയുന്നത്. ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര വർഷമാണെങ്കിലും അത്രയും തന്നെ ന്യൂമറിക്കലായിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പറയുന്നത്. ഇപ്പോൾ 6 വർഷമാണ് പൈസ ഇട്ടതെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% അതായത് രണ്ടിൻ്റെ നമ്പർ സെയിം ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ എൻ്റെ 9/4 സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അതായത് ഈ 9 എന്ന് പറയുന്നത് എന്താ? പ്രിൻസിപ്പിൾ 9 ആണെങ്കിൽ എനിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് 4 രൂപ കിട്ടി നല്ല അർത്ഥം. അപ്പോൾ SI എന്ന് പറയുന്നത് 4, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പ്രിൻസിപ്പിൾ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സിനെ ഞാൻ 6 എന്ന് തന്നെ വെച്ചു, ഇൻറ്റു റേറ്റ് പെർസെൻറ്റേജിനെ 6 എന്ന് തന്നെ വിളിക്കും. കാരണം എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ് ഈക്വൽ ടു റേറ്റ് എന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. ബൈ 100, അതായത് 400/9 ഈക്വൽ ടു R² ഇംപ്ലൈസ് R ഈക്വൽ ടു √400/9. എത്ര വരും? 20/3% ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും നിങ്ങളുടെ ആൻസർ, അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR/100. അത് വെച്ചിട്ട് നമ്മൾ 9 പ്രിൻസിപ്പിൾ ആണെങ്കിൽ 4 സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ 9 രൂപ എന്ന് എങ്ങനെ മനസ്സിലായി എന്നല്ലല്ലോ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്. 4/9 ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ ഇടാം. 4x രൂപയാണെങ്കിൽ, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും പ്രിൻസിപ്പിൾ. ആ ഒരു റിലേഷൻ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ 4x രൂപയാണ്. റിയാലിറ്റിയിൽ 4 രൂപയല്ലല്ലോ, 4ൻ്റെ കൂടെ എന്തോ ഒരു വേരിയബിളും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4x രൂപയാണെങ്കിൽ 9x രൂപയായിരിക്കും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ എക്സും കട്ടായി പോകും. സോ ബൈ ഡിഫോൾട്ട് നമുക്ക് റേഷ്യോയിലെ ന്യൂമറിക്സ് എടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെയുള്ളവരുടെ ആ ഡൗട്ടും കൂടെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ബേസിക് ക്വസ്റ്റ്യൻ നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ട്രാക്കിലാവാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കേ, 1600 രൂപ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? 252 രൂപ. എത്ര നാൾ കൊണ്ടായി സിമ്പിൾ ഇൻട്രസ്റ്റ് പിടിച്ചത്? 252 രൂപ 2 വർഷവും 3 മാസവും കൊണ്ടാണ് പിടിച്ചത്. അപ്പോൾ ടൈം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ എങ്ങനെ? 2 ഇയേഴ്സ് 3 മന്ത്സിനെ നമുക്ക് 3 മന്ത്സിനെ 3/12, അതായത് 3 മാസം എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 3/12 ഇയേഴ്സ്, അതായത് വെട്ടിപ്പോകുമ്പോൾ 2 and 1/4 എന്ന് പറഞ്ഞാൽ 9/4 ഇയേഴ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR/100 എന്നുള്ള ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. 252 ഈക്വൽ ടു പ്രിൻസിപ്പിൾ എത്ര?
1600 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് 9/4 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയത്തില്ല 6/100 വെട്ടിപ്പോയി 4. അപ്പം എത്ര 4 × 9 36. അപ്പം അതിനെ അതായത് വാലറ്റത്ത് ഇതിപ്പം 36 ഇൻറ്റു സംതിങ് ചെയ്യുമ്പോൾ എനിക്ക് 252 കിട്ടണം. അപ്പോൾ 6ൻ്റെ കൂടെ എന്തും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ, അതായത് 7ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ ഓപ്ഷനിൽ നിന്ന് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലേ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലേ എനിക്ക് 252 കിട്ടും. അങ്ങനെ ഏത് മാത്രമേ ഉള്ളൂ? 6 × 7 42. അതായത് യൂണിറ്റ് പ്ലേസിൽ 2 വന്നു. അപ്പം 7ൽ അവസാനിക്കുന്ന സംഖ്യ അല്ലെ 7 വന്നാലേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഓപ്ഷനിൽ ഒരൊറ്റ ഉത്തരവല്ലേ ഉള്ളൂ. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ചെയ്തത്. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം റേറ്റ് എന്ന് പറയുന്നത് 252/4 × 9 36 ചെയ്യുമ്പോൾ 7% കിട്ടും. എപ്പോഴും ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ ആൻസർ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് ചെയ്തോണേ, സമയം ഒത്തിരി ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ സി ആയിരിക്കും. എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കുറച്ച് പൈസ ഞാൻ ഇട്ടു, സം പ്രിൻസിപ്പിൾ ഇട്ടു. അത് 3 വർഷം കഴിഞ്ഞപ്പോൾ ഇട്ടതിൻ്റെ 7/6 ഇരട്ടിയായി എന്നാണ് പറയുന്നത്. അങ്ങനെങ്കിൽ എൻ്റെ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, പ്രിൻസിപ്പിൾ 6 ആണെങ്കിൽ എമൗണ്ട് എത്ര? 7. അതായത് എത്ര കൂടി? 3 വർഷം കൊണ്ട് എത്ര യൂണിറ്റ് കൂടി? 3 ഇയേഴ്സ് കൊണ്ട് 1 യൂണിറ്റ് രൂപ കൂടി ഇല്ലേ? 3 വർഷം കൊണ്ട് 1 യൂണിറ്റ് രൂപ കൂടി. അങ്ങനെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും എത്ര വെച്ച് കൂടും? 1 ഇയർ കഴിയാൻ നേരം 1/3 യൂണിറ്റ് കൂടും. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പറയാൻ നേരം തന്നെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് ഇപ്പം റേറ്റിൻ്റെ അർത്ഥം തന്നെ എന്താ? ഇപ്പം 10%, ഇതിവിടെ നിൽക്കട്ടെ, 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ 10% എന്ന് പറയാൻ നേരം 1/10. അതായത് ഒരു വർഷം 10 രൂപ ഇടുവാണെങ്കിൽ ആ ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് 1 രൂപ കൂടുതൽ കിട്ടും. ഓരോ വർഷം കഴിയുമ്പോഴും 10ൻ്റെ 1, അതായത് ഓരോ രൂപ വെച്ച് കൂടി കൂടി കിട്ടും എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വർഷവും എനിക്ക് എത്ര കൂടും? 1/3 വെച്ചിട്ട് കൂടും. ഓരോ വർഷവും 1/3 വെച്ചിട്ട് അഡീഷണൽ കിട്ടും. ഔട്ട് ഓഫ് ഏതിടുമ്പോഴാണ്? 6 യൂണിറ്റ് അല്ലേ പ്രിൻസിപ്പിൾ, /6 × 100 റേറ്റ്. അപ്പോൾ = 1/18 × 100 എന്ന് പറഞ്ഞാൽ എത്ര? ഓപ്ഷനിൽ തന്നെ ഉണ്ടല്ലോ, 9/9% ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ എ വിൽ ബി യുവർ ആൻസർ. കാരണം ഇതിൻ്റെ അർത്ഥം എന്താ? ഇട്ട പൈസയിൽ ഓരോ വർഷം കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ എത്ര അഡീഷണൽ കിട്ടും, അതേ × 100 ചെയ്യുമ്പോഴാണ് നമുക്ക് റേറ്റ് പെർസെൻറ്റേജ് കിട്ടുന്നത്. പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് റേറ്റ് പെർസെൻറ്റേജ് സിംപ്ലി വെച്ചാൽ ഇടുന്ന പൈസയുടെ എത്ര ശതമാനം ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് കിട്ടും, അത് മാത്രമേ ഉള്ളൂ റേറ്റ് പെർസെൻറ്റേജിൻ്റെ സിംബോളിക് മീനിങ്. എങ്കിലും നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ 5% എന്ന് പറഞ്ഞ അർത്ഥം എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇടുന്ന പൈസ എത്ര ആയാലും അതിൻ്റെ 5%, ഇടുന്ന പൈസയുടെ 5% ഓരോ വർഷം കഴിയുമ്പോഴും, ഒരു വർഷം കഴിയുമ്പോൾ ഇട്ടതിൻ്റെ 5% കിട്ടും. അടുത്ത വർഷം ആകുമ്പോഴും എത്രയാണോ ആദ്യം ഇട്ട് അതിൻ്റെ 5% കിട്ടും. ഓരോ വർഷം 5% വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് റേറ്റ് പെർസെൻറ്റേജ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, 3-ാം വർഷവും 4-ാം വർഷവും തമ്മിലുള്ള വ്യത്യാസം എത്ര രൂപയാണ്? 42 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ തമ്മിലുള്ള വ്യത്യാസം പെർസെൻറ്റേജിൽ എത്ര? 5. അതായത് ഓരോ വർഷം കഴിയുമ്പോൾ 3 വർഷം ആയപ്പോൾ എത്രയോ എമൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി 4-ാം വർഷത്തിലോട്ട് പോകുമ്പോൾ ആ ഒരു വർഷം കഴിയുമ്പോൾ അഡീഷണൽ കിട്ടുന്ന എമൗണ്ട് എത്ര? ഇട്ട പൈസ തുടക്കത്തിൽ ഇട്ടതിൻ്റെ 5% ആയിരിക്കും. കാരണം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇട്ട പൈസ തുടക്കത്തിൽ എത്ര പൈസ ഇടുന്നു അത് ഓരോ വർഷം കഴിയുമ്പോഴും 5% വെച്ച് കൂടി 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 പോകും. അപ്പോൾ 3 വർഷം, അതായത് 1-ാം വർഷം കഴിഞ്ഞപ്പോൾ 5% കൂടി, പിന്നെ 2-ാം വർഷം കഴിഞ്ഞപ്പോൾ 5% കൂടി, 3-ാം വർഷം കഴിഞ്ഞപ്പോഴും 5% കൂടി. അതായത് ഇപ്പം 4-ലെത്തുമ്പോൾ, 4-ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ എത്ര ശതമാനം? 3-ാം വർഷം വരെ എത്ര ആണോ അതിൻ്റെ കൂടെ 3%, 5% കൂടെ കൂടി കിട്ടും അല്ലേ? അപ്പം ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5%. എന്തിൻ്റെ 5%? ആദ്യം ഇട്ട പൈസ അല്ലെങ്കിൽ പ്രിൻസിപ്പിളിൻ്റെ 5% 42 രൂപ എന്ന് പറയുന്നത്. എങ്കിൽ പ്രിൻസിപ്പിൾ = 42/5, 5/100 അല്ലേ? 5% എന്ന് പറഞ്ഞാൽ × 100 20. അതായത് 840 രൂപയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി വിൽ ബി യുവർ ആൻസർ. ഇത് ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ
നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വെരാന്ത റൈറ്റ്സിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ബേസിക് സർക്കിൾസ് എന്ന് പറയുന്ന സെക്ഷൻ ആയിരിക്കും. പഠിച്ച കാര്യങ്ങൾ ഓരോന്നും എഫക്റ്റീവായിട്ട് വർക്കൗട്ട് മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതായിരിക്കും. അവിടെ നിങ്ങളെ സർക്കിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തും, കമ്പൈൻഡ് ആയിട്ടിരുത്തും ഓരോ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെമ്പേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കാണും. അവരോടൊപ്പം നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പഠിക്കുന്നതിനോടൊപ്പം ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് ഞങ്ങളെപ്പോലെ മെൻറ്റേഴ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണും. പിന്നെ വരുന്നത് എക്സ്ട്രീം സർക്കിളാണ്, അല്ലെങ്കിൽ മെയിൻസ് ലെവൽ പ്രോഗ്രാം നമ്മൾ പറയും. അവിടെയും നിങ്ങളെ വാലറ്റത്ത് സർക്കിൾ ഉള്ളതുകൊണ്ട് ഗ്രൂപ്പ്സ് ആക്കി സർക്കിൾസ് ആക്കിയിട്ടായിരിക്കും വരുത്തുന്നത്. ബേസിക് സർക്കിൾസ് വരെ ഉള്ളത് നിങ്ങൾക്ക് കമ്പൽസറി ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ നല്ല രീതിയിൽ ബേസിക് പഠിച്ച് ഒരു എക്സാം കണ്ടക്ട് ചെയ്ത് അതിൻ്റെ എലിജിബിലിറ്റി ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രീം സർക്കിൾ എൻ്റർ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ മേക്ക് ഷുവർ ബേസിക്സ് വരെയുള്ള നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്ന്. അവിടെയും നിങ്ങളെ സർക്കിൾസ് ആക്കി ഇരുത്തും. മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് കമ്പൈൻഡ് ആയിട്ട് പഠിച്ചു പോകാം. ഒപ്പം ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ അവിടെ മെൻറ്റർ സപ്പോർട്ട് കാണും. പിന്നെ വരുന്നത് സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ഫോക്കസ് ബാച്ച് എന്ന് പറയും. അപ്പോൾ ഓരോ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ആ ഒരു ടൈമിൽ ഒരു 2 മാസത്തേക്ക് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ബാച്ച് ആയിരിക്കും സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ഫോക്കസ് ബാച്ച് എന്ന് പറയും. ആ ഒരു 2 മാസം 1 മാസം കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു വരുന്ന പർട്ടിക്കുലർ എക്സാമിനായിരിക്കും. അപ്പോൾ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അവിടെയും നിങ്ങൾക്ക് വർക്കൗട്ട് മെറ്റീരിയൽ തരും, നിങ്ങളെ സർക്കിൾസ് ആക്കി ഇരുത്തും. ആൻഡ് ഡൗട്ട് ക്ലാരിഫിക്കേഷനും ഫർദർ ഗൈഡൻസിനും മെൻറ്റർ സപ്പോർട്ടും കാണും. പിന്നെ വരുന്നത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ്, റിപ്പ് എന്ന് പറയും. വർക്കൗട്ട് സ്റ്റേജിൻ്റെ ലാസ്റ്റ് സെക്ഷൻ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ചെയ്ത് അത്യാവശ്യം ലെവലായിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റിപ്പിൽ ജോയിൻ ചെയ്താൽ സാധിക്കാവുന്നതാണ്. പിന്നെ മോക്ക് ഇൻ്റർവ്യൂ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു സ്റ്റേജാണ്. ഏത് മോക്ക് അല്ലെങ്കിൽ ബാങ്കിൻ്റെ എക്സാംസിൻ്റെ PO എക്സാംസിൻ്റെ RRB PO, SBI PO, IBPS PO ഒക്കെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ റൗണ്ട് ആണ്. അപ്പോൾ അവിടെ ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം, എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ കൂടെ മോക്ക് ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓഫ്ലൈനുണ്ട്, നമുക്ക് ഓൺലൈനുണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ, വന്ന് ഇൻവോൾവ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ഓഫ്ലൈൻ ചൂസ് ചെയ്യുക. മറിച്ച് അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസോ വേറെ എന്തെങ്കിലും കാരണങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട, പകരം നമുക്ക് ഓൺലൈൻ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നേക്കുന്ന നമ്പറിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റ് നോക്കാവേ. ഇത്രയും നേരം അത്യാവശ്യം ഒന്ന് ഐഡിയ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. നോക്കിയേ, 2 സോഴ്സിൽ നിന്നും 1500 രൂപ വെച്ച് ഇടുന്ന ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? 2 ഡിഫറൻസ് സോഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം 1500 രൂപ ഇട്ടു. ഓക്കെ, 1500 രൂപയിൽ ആദ്യത്തെ റേറ്റ് പെർസെൻറ്റേജ് R1 ആണ്. ക്ലിയർ അല്ലേ? R1 അതായത് PRT/100 എന്നല്ലേ പറയുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ആദ്യത്തെ കേസിൽ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് 1500 R1/100 എത്ര വർഷം ഇൻറ്റു 3 മൈനസ് പിന്നെയും 1500 രൂപ ഇടും. അവിടുത്തെ റേറ്റ് R2 ഇൻറ്റു 3 വർഷം /100. ഇത് ചെയ്യാൻ നേരം കിട്ടുന്ന എത്ര? 13.5 റുപ്പീസാണ്. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എന്തെടുക്കാൻ പറ്റും? 1000, അതായത് ഇതും വെട്ടിപ്പോവും. 15 ഇൻറ്റു 3 കോമൺ എടുക്കാം, ഇൻറ്റു R1 മൈനസ് R2 എന്ന് പറയുന്നത് 13.5 റുപ്പീസാണ്. 0.9.3, അതായത് R1 മൈനസ് R2 എന്ന് പറയുന്ന എത്ര പെർസെൻറ്റേജ് കിട്ടും? 0.3% ആയിരിക്കും ആൻസറായിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ C വിൽ ബി യുവർ ആൻസർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് ക്ലിയർ ആയില്ലേ ഈ സംഭവം? സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസിക്കൽ PRT/100 ആണ്. അപ്പം P 1500 ഇൻറ്റു റേറ്റ് അറിയത്തില്ല R1 ആദ്യത്തെ കേസിൽ ഇൻറ്റു വർഷം 3/100 മൈനസ് അടുത്ത സ്കീമിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. പ്രിൻസിപ്പിൾ സെയിം ആണ്, 1500 രൂപയാണ്. റേറ്റ് ഡിഫറൻ്റ് ആണ്, R2 എന്ന് എടുത്തു. ആൻഡ് വർഷം 3 ആണ് /100 ഈസ് ഈക്വൽ ടു 13.50. സിമ്പിൾ ഇൻട്രസ്റ്റുകളുടെ വ്യത്യാസം 13.5 രൂപ ഇക്വേറ്റ് ചെയ്ത് R1 മൈനസ് R2 ചോദിച്ചേക്കുന്നത് അവരുടെ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കണേ, വായിച്ച് അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, എങ്കിലും 6ാമത്തെ ക്വസ്റ്റ്യൻ ഇത് നമുക്ക് നോട്ട് ചെയ്ത് വെച്ചു. അലിഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. അലിഗേഷൻ എല്ലാവർക്കും ക്ലിയർ ആയി ഞാൻ വിചാരിക്കും. ഞാൻ ആദ്യത്തെ കേസിൽ ആദ്യത്തെ പാർട്ടിൽ അലിഗേഷൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിയർ ആകാത്തവർ നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കയറി കണ്ട് ബേസിക്സ് കുറച്ചുകൂടെ സെറ്റാക്കുക. അല്ലെങ്കിൽ പഠിച്ചതായിരിക്കും, അത് കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾ എൻഫോഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 10,000 രൂപയാണ് പാർട്ട്ലി ആദ്യത്തെ കേസിൽ. 2 സ്കീമുണ്ട്, ആദ്യത്തെ സ്കീം രണ്ടാമത്തെ സ്കീം.
ആദ്യത്തെ സ്കീമിൽ 8% ഇട്ടു, രണ്ടാമത്തെ സ്കീമിൽ 10% ഇട്ടു. അപ്പോൾ രണ്ട് സ്കീമും കൂടെ ചേർന്നപ്പോൾ റിസൾട്ടൻ്റ് ആയിട്ട് ആവറേജ് ആയിട്ടുള്ള റേറ്റ് 9.2%. അപ്പോൾ ഇത് മൈനസ് ചെയ്യാൻ നേരം 1.2, ഇത് മൈനസ് ചെയ്യാൻ നേരം 0.8. റേഷ്യോ എന്ത് വരും? 2:3 എന്ന് വരും. എന്തിൻ്റെ റേഷ്യോ ഇത്? എന്തിൻ്റെ റേഷ്യോ ആയിരിക്കും എന്ന് പറഞ്ഞേ? റേറ്റ് വെച്ചിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് വെച്ച് അലിഗേറ്റ് ചെയ്യുന്ന നേരം നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും? പ്രിൻസിപ്പിളിൻ്റെ റേഷ്യോ ആയിരിക്കും. കാരണം ഇവിടെ നോക്കി, ഈ 10% എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് പെർസെൻറ്റേജ് രണ്ടാമത്തെ സ്കീമിൽ എനിക്ക് 10% എന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? 1/10 അല്ലേ? അതായത് 10 രൂപ ഇടുകയാണെങ്കിൽ 1 രൂപ എനിക്ക് അഡീഷണൽ കിട്ടും. അപ്പോൾ ഈ 10 രൂപ ഇടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 10 എന്തുവാ? പ്രിൻസിപ്പിൾ അല്ലേ? അപ്പം ഈ ഒരു റേറ്റ് പെർസെൻറ്റേജിൻ്റെ ഡിനോമിനേറ്ററിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടേക്കുന്നത് ഏതാ? പ്രിൻസിപ്പിളാണ്. അപ്പം ആ പ്രിൻസിപ്പിളിൻ്റെ റേഷ്യോ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. റേഷ്യോ ഓഫ് പ്രിൻസിപ്പിൾ. ഞാൻ പറഞ്ഞു, തീരെ ബേസിക് ഇല്ലാത്തവർ ഈ സീരീസിൻ്റെ വീഡിയോസ് കാണല്, നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. ഞാൻ ഇതിന് മുമ്പ്, അതായത് ഒരു 1 month ago അത്യാവശ്യം ബേസിക്സിൻ്റെ ഒരു വീഡിയോസ് എൻലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ട് കിട്ടും. അത് കണ്ട് അത്യാവശ്യം ബേസിക്സ് പുതുക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസിനായിട്ട് ഇത് ഉപയോഗിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അലിഗേഷൻ ഡൗട്ട് ആണെങ്കിൽ അതിനും, ഇതല്ലാതെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സീരീസിനൊപ്പം തന്നെ. അതിൽ ഞാൻ കുറച്ചുകൂടെ ബ്രീഫ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഏരിയയിലൊക്കെ ഏതൊക്കെ വാല്യൂസ് എഴുതാം എന്നുള്ളത്, എങ്ങനെ ഇതിൻ്റെ റേഷ്യോ കിട്ടുന്ന ഏതാണെന്ന് മനസ്സിലാക്കാനുള്ളതും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് റേഷ്യോ പ്രിൻസിപ്പിൾ ആയിരിക്കും. ആദ്യത്തെ സ്കീമിലും രണ്ടാമത്തെ സ്കീമിലും കൂടെ 2ഉം 3ഉം വെച്ച് പൈസ ഇട്ടു. രണ്ട് സ്കീമിലും കൂടെ കമ്പൈൻഡ് ആയിട്ട് എത്ര യൂണിറ്റ് രൂപ ഇട്ടു? 2+3 5 യൂണിറ്റ് രൂപ ഇട്ടു. ഈ 5 യൂണിറ്റ് രൂപ എന്ന് പറയുന്നതാണ് ടോട്ടൽ പ്രിൻസിപ്പിൾ 10,000 രൂപ. 5 യൂണിറ്റ് എങ്ങനെ 10,000 ഇൻറ്റു 2000 ചെയ്യുമ്പോൾ, അപ്പോൾ 2നെ 3നെ 2000 കൊണ്ട് ഗുണിക്കുമ്പോൾ യഥാക്രമം 2 കേസിലും ഇട്ട പൈസ കിട്ടും. 2 ഗുണം 2000 എത്ര? 4000. 3 ഗുണം 2000 6000. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരും. നിങ്ങൾ രണ്ടും കണ്ടുപിടിക്കേണ്ട. ഓപ്ഷനിൽ ആദ്യം 4000 വരുന്നത് ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, അത് എ ആയിരിക്കും. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 400 രൂപ 4 വർഷം കൊണ്ട് 480 രൂപയായി എങ്കിൽ വാട്ട് വിൽ ഇറ്റ് എമൗണ്ട് ടു അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 2%. അതായത് ഏതോ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അയാൾ പൈസ 400 രൂപ ഇട്ടപ്പോൾ അത് 450 രൂപയായി 4 വർഷം കഴിഞ്ഞപ്പോൾ. എങ്കിൽ അതിനേക്കാൾ 2% കൂടിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇടുകയാണെങ്കിൽ ആ ഒരു സെയിം 4 വർഷം കൊണ്ട് എത്ര രൂപയാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നോക്കിയേ, 4 വർഷം കൊണ്ട് 400 രൂപയിൽ 450 രൂപ, അതായത് 4 വർഷം കൊണ്ട് എത്ര രൂപയാണ് കൂടിയേ? 80 രൂപ. 4 ഇയേഴ്സ് കൊണ്ട് 80 രൂപ കൂടി. 80 രൂപ കൂടി. അങ്ങനെങ്കിൽ ഓരോ ഇയറും എത്ര വെച്ച് കൂടിയിട്ടുണ്ട്? 20 രൂപ വെച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇയറും എത്ര വെച്ച് കൂടുന്നു, അതല്ലേ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷം 20 വെച്ച് കൂടി കിട്ടും. ഔട്ട് ഓഫ് എത്ര ഇടുമ്പോഴാണ്? 400. പ്രിൻസിപ്പിൾ 400 രൂപ ഇട്ടാൽ ഓരോ വർഷവും 20 വെച്ച് കൂടി കിട്ടും. പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100. ഇതായിരിക്കും എൻ്റെ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 20 5, അതായത് 5% ആയിരിക്കും. ഇനി ന്യൂ റേറ്റ് എത്ര ആയിരിക്കും? 6 ന്യൂ എന്ന് പറയുന്നത് അതിനേക്കാൾ 2% കൂടുതൽ, 7% ആയിരിക്കും ന്യൂ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഓരോ വർഷവും ഓരോ വർഷവും എനിക്ക് എത്ര ആയിരിക്കും? 7% വെച്ച് ഇനിയിപ്പോൾ പലിശ കിട്ടണം. അങ്ങനെ എത്ര വർഷമുണ്ട്? 4 ഇയേഴ്സ് ഇല്ലേ? അപ്പം ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4 ഇൻറ്റു 28%. ടോട്ടൽ 28% ആയിരിക്കും എന്താവുന്നത്? ഇടുന്ന പൈസയുടെ 28% ആയിരിക്കും 4 വർഷം കഴിയുമ്പോൾ എനിക്ക് പലിശയായിട്ട് കിട്ടുന്നത്. ഇടുന്ന എത്ര? 400 അല്ലേ? അപ്പം 400ൻ്റെ 28/100 എത്ര വരും? 112 അല്ലേ? അപ്പം 400നേക്കാൾ 112 കൂടണം. അപ്പം 400ൻ്റെ കൂടെ 112 കൂടെ കൂട്ടി എത്ര? ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 4 ഇയേഴ്സ് അല്ലേ? അതെത്ര വരും? 400 പ്ലസ് 112
എത്ര 512 റുപ്പീസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ സി വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A sum of rupees 1750 is divided into two parts such that the interest on the first part at 8% simple interest per annum and that on the other part at 6% simple interest per annum are same. അതായത് രണ്ട് സ്കീമിലും 1750 രൂപ കുറച്ച് മുറിച്ച് ഇപ്പുറത്തെ സ്കീമിലും ഇട്ടു, കുറച്ച് മുറിച്ച് അപ്പുറത്തെ സ്കീമിലും ഇട്ടു. രണ്ട് സ്കീമിലും കൂടെ അക്രൂ ചെയ്ത് കിട്ടുന്ന അല്ലെങ്കിൽ ശേഖരിച്ച് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1750 രൂപ എനിക്ക് എത്ര, ഞാൻ രണ്ട് റേഷ്യോയിലാക്കി, അതായത് P1 പ്ലസ് P2 ആണ് 1750 എന്ന് വെച്ചോ. ഓക്കെ, ആദ്യത്തെ സ്കീമിലിട്ട പ്രിൻസിപ്പിൾ P1, രണ്ടാമത്തെ സ്കീമിലിട്ട പ്രിൻസിപ്പിൾ P2. അപ്പം ആദ്യം ഇട്ട പൈസയുടെ എത്ര ശതമാനമാണ്? 8%. ഇതല്ലേ ആദ്യത്തെ സ്കീമിൽ നിന്ന് എനിക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ പലിശ? ഇത് തന്നെ ആയിരിക്കും എന്ത്, രണ്ടാമത്തെ സ്കീമിൽ P2 രൂപ ഇട്ടു, അതിൻ്റെ 6% ആയിരിക്കും എനിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് ആ സ്കീമിൽ നിന്ന് കിട്ടുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ട് കേസിലും ഇട്ട പ്രിൻസിപ്പലുകളുടെ റേഷ്യോ എന്തായിരിക്കും? 6/8, അതായത് 6/8 താഴോട്ട് പോകും, /8 എത്ര വരും? 3/4. ക്ലിയർ അല്ലേ? അതായത് രണ്ടും കൂടെ ചേർത്ത് 3ഉം 4ഉം ടോട്ടൽ പ്രിൻസിപ്പിൾ P1 പ്ലസ് P2 എത്ര? 3 + 4 7 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 1750 റുപ്പീസ്. 25 ഗുണം 7 ആണ് 175. അപ്പോൾ 7 എങ്ങനെ 1750 ആയി ഗുണം 250 ചെയ്യുമ്പോൾ ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ഇൻട്രസ്റ്റ് ഓൺ ഈച്ച് പാർട്ട് എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താ? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം P1 കണ്ടുപിടിക്കണം. P1 എത്ര? 3 യൂണിറ്റ് അല്ലേ? 7 യൂണിറ്റ് എന്ന് പറയുന്നത് 1750 ആണെങ്കിൽ 3 യൂണിറ്റ് എന്ന് പറയുന്നത് 3 × 250, ഇത്രയും റുപ്പീസ് ആയിരിക്കും. ഇതിൻ്റെ എത്ര ശതമാനം പലിശ? 8% ആയിരിക്കും പലിശ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ 8%, 5, 2, 4, 20 × 3 60 റുപ്പീസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻസ് ഇൻ റുപ്പീസ് ആണ് ചോദിച്ചേക്കുന്നത്. സോ ഫോർ ഓപ്ഷൻ എ വിൽ ബി യുവർ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കഴിഞ്ഞ് ഇനി അതിൻ്റെ അടുത്ത പാർട്ട് 2 ആയിരിക്കും. അത്യാവശ്യം ഫ്രഷ് ആയിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് അത്യാവശ്യം നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് സ്റ്റഡി ചെയ്ത് അത്യാവശ്യം തഴമ്പിച്ചിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. നിങ്ങളുടെ ഫർദർ പ്രാക്ടീസ് എപ്പോഴും കണക്ക് പഠിച്ചാൽ മാത്രം പോരാ. ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണക്ക് പഠിക്കുന്നെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു ബ്രീഫ് സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ട്. ലേണിങ്ങും റിവിഷനും പ്രാക്ടീസും ഏതൊരു സ്റ്റഡി സ്ട്രാറ്റജിയിലും ഈ 3 കമ്പോണൻസ് കാണും. അപ്പം ഇത് ഈസ് പെർട്ടിക്കുലർലി ഡിസൈൻ ഫോർ പ്രാക്ടീസ് ആണ്. അപ്പം നിങ്ങൾ അത്യാവശ്യം ഏകദേശം ഒക്കെ തിയറി ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സെൽഫ് സ്റ്റഡി ഷെഡ്യൂളിൽ ഇടാവുന്നതാണ്. അപ്പം പ്രാക്ടീസ് മാക്സിമം ആക്കുക. അതിൽ അത്യാവശ്യം വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല, എങ്കിലും കൂടുതൽ ചോദിക്കുന്നതും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തും അത്യാവശ്യം എനിക്ക് ഇതുപോലെ റെയറായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്ന സീരീസാണ്. ബുക്ക് മാർട്ട് സീരീസ് അതായിരിക്കും. അപ്പോൾ പ്രാക്ടീസ് മാക്സിമം ഏസ് ചെയ്തിട്ട് കൊണ്ടുപോകാം. അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 2 ആയിരിക്കും. അതുമായിട്ട് കാണുന്നവരേക്കും ബൈ.